എൻ്റെ ലൈഫിലേക്ക് ഏറ്റവും കടപ്പാടുള്ള എൻ്റെ അമ്മയാണ്. എനിക്ക് ഫാദറില്ല. പിന്നെ ഇതുവരെ ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ വിനു ബ്രോ, കുറെ ദിവസമായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വരണം, എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്നെ കാണാൻ ആഗ്രഹമുള്ളവര് എനിക്ക് പോകാൻ പറ്റുന്ന അടുത്താണെങ്കിൽ ഞാൻ വരും കാണും. ഞാൻ അടുത്ത് എന്താ പറഞ്ഞു, ഞാൻ വന്ന് കണ്ടോളാ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് ഇതിലേക്ക് വന്നതിനും. അപ്പൊ ഞാൻ ഒരു ചെറിയ സമ്മാനം മാറ്റിയിട്ടുണ്ട്. ഓ തന്നാളി. ഇത് എന്റെ ലൈഫിൽ ഒരുപാട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ചെറിയ ഫോട്ടോ ആണ്. ഈ സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വന്ന് വാങ്ങിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഇന്ന് ഈ വഴിക്ക് വരുമ്പോൾ മൂപ്പരനെ വിളിച്ചിട്ട് ഈ സമ്മാനം വാങ്ങിച്ചാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, നിങ്ങൾ മുത്താണ്. ഓക്കെ, എന്തായാലും ജീവൻ തുടിക്കുന്ന ചിത്രമാണ്. ഇതെങ്ങനെ വരച്ചിട്ടുള്ളത്? ഇത് നമ്മള് പെൻസിൽ ഡ്രോയിങ് ആണ്. ഓക്കെ, ഒരുപാട് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ്. ഒരുപാട് വരച്ചു കൊടുക്കലുണ്ട്, ഒരുപാട് പേർക്ക് വരച്ചു കൊടുക്കലുണ്ട്. എന്താ പറയുക, അതിന്റെയൊക്കെ ഒരു ഫിനിഷിങ് നല്ല രസമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് തന്നെയാണോ നിങ്ങളുടെ പരിപാടി, ചിത്രം വരച്ചു കൊടുക്കൽ തന്നെയാണ്? എന്റെ മെയിൻ പരിപാടി വർക്ക്ഷോപ്പാണ്. പിന്നെ അതേമാതിരി കൂലിപ്പണിക്കും പോവാം. അപ്പൊ ഈ ഇതിനൊക്കെ എവിടെയാണ് സമയം കിട്ടുന്നത്? നമ്മൾ സമയം ഉണ്ടാക്കുകയാണ് ലൈഫിൽ. നമ്മൾ സമയം ഉണ്ടാക്കാം. അപ്പൊ നമ്മളെ ലൈഫിൽ സമയം മൊബൈൽ ഒഴിവാക്കിയിട്ടില്ല. ചെറിയ പരിപാടികൾ മൊബൈൽ ഒഴിവാക്കും. എന്നിട്ട് നമ്മള് ഫുൾ ടൈം ആവാൻ പറ്റൂല. നമ്മള് ഉള്ള കഴിവിനെ നമ്മൾ പുറത്തേക്ക് ഇറക്കാനല്ലേ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ടും വരെ നമ്മളിവിടെ എത്തി. ഓക്കെ. അപ്പൊ ഇത് ഏത് സമയത്തായിരുന്നു വരക്കലും കാര്യങ്ങളൊക്കെ? നമ്മള് രാത്രി ഞാൻ രാവിലെ പോവും. രാവിലെ 8 മണിക്ക് പോയി വർക്ക്ഷോപ്പിൽ പോവും. വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ പിന്നെ രാത്രി കൂലിപ്പണിണ്ടെങ്കിൽ കൂലിപ്പണിക്കും പോവും. രാത്രി കൂലിപ്പണി പറഞ്ഞാല് ചെറിയ കൂലിപ്പണിയൊക്കെ കിട്ടും. രാത്രി നമ്മൾ അർജന്റ് കേസൊക്കെ ഉണ്ടെങ്കിൽ മണ്ണ് നീക്കണൊക്കെ ഉണ്ടെങ്കിൽ രാത്രി പോവും. അത് കഴിഞ്ഞിട്ട് അതില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് 1 മണി 2 മണിക്കൊക്കെ വരക്കല് കഴിഞ്ഞ് കുറച്ച് ഉറങ്ങും. ലൈഫില് സമയം കുറച്ച് കുറവാണ് എൻ്റെ ലൈഫിൽ. അത്രേ ഉള്ളൂ. പിന്നെ അതേമാതിരി ഓരോ കാര്യങ്ങളും പിന്നെ എല്ലാവരും സപ്പോർട്ടും കൊണ്ട് ഇവിടെ വരെ എത്തി. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന റൂം? അതെ. ഈ റൂമിൽ ഇരുന്നിട്ടാണ് ഉള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. വീട്ടിലാരൊക്കെയാണല്ലേ? വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ട്, കാർണോലുണ്ട്, പിന്നെ അമ്മമ്മ ഉണ്ട്. അച്ഛനെ? ഫാദറില്ല. ഓക്കെ. അപ്പൊ എന്റെ സപ്പോർട്ടില് എന്റെ അമ്മയും എന്റെ കാർണോലും പിന്നെ അതേമാതിരി എന്റെ അമ്മമ്മയും എന്റെ മുമ്പ് ലൈഫിൽ എല്ലാ സപ്പോർട്ടിനും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. ജനങ്ങളുടെ സപ്പോർട്ടിനുണ്ടോ? ആരും ഒഴിവാക്കാൻ പറ്റും. ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. ജനങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും എല്ലാവരും ലൈഫിൽ എല്ലാവരും സന്തോഷം നമുക്കുണ്ട്, സപ്പോർട്ടുണ്ട്. പിന്നെ എന്റെ സംസാരിക്കുന്ന ചെറിയൊരു ഇതുണ്ട്, അതിങ്ങനെ ശ്രദ്ധിക്കണം. എന്താ ഓവർ നമുക്ക് ലൈഫിൽ എല്ലാ ദൈവങ്ങളും എല്ലാവർക്കും ഓരോ കുറവുകൾ എത്തിയിട്ടുണ്ട്. അപ്പൊ സംസാരിക്കുമ്പോ നിങ്ങൾ നോക്കണ്ട, ലൈഫിൽ നാവിന്റെ ഒരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കും മനസ്സിലാവും, എന്റെ പ്രേക്ഷകർക്കും മനസ്സിലാവും. അതൊരു കുറവല്ല. അതൊരു കുറവില്ല. നിങ്ങൾ മുത്തല്ലേ, ഒരു പ്രശ്നമില്ല കേട്ടാ. അങ്ങനെ അതുകൊണ്ട് അതൊരു കുറവായിട്ട് നിങ്ങൾ കാണണ്ട, ഒന്നും സാരില്ല. നിങ്ങൾ സംസാരിക്കാൻ തുനിയുണ്ടല്ലോ, സംസാരിച്ച് മനസ്സിലാക്കി തരുന്നല്ലോ, അതന്നെ വലിയൊരു കാര്യമാണ്. ഇനി എന്തെങ്കിലും മനസ്സിലായിട്ടെങ്കിൽ ഞാൻ ചോദിക്കുക, അതൊരു പ്രശ്നമാക്കണ്ട. അപ്പോൾ എന്തെന്നെ ആയാലും ഉഷാറാവട്ടെ, അടിപൊളിയാവട്ടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പ്രശ്നങ്ങളും, അത് ജ്യേഷ്ഠങ്ങളും കൂലിപ്പണിക്കും പോകണം, അതേപോലെ ഈ വർക്ക്ഷോപ്പ് പണിക്കും പോകണം. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വക പരിപാടികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുണ്ട് അല്ലേ? താല്പര്യമുള്ളവർക്ക് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. താല്പര്യമുള്ളവർക്ക്, പൈസ അല്ല, താല്പര്യം. പിന്നെ എന്റെ അൻഫാലിക്ക പറഞ്ഞിരിക്കണ് എന്നോട്, എന്താ പാവപ്പെട്ടവനും പൈസ ഇല്ലായും പഠിപ്പിച്ചെടുക്കണം പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ടും കൊണ്ടിക്ക് നിങ്ങളുടെ നാടിന്റെ മുത്താണ് നമ്മുടെ അൻഫാല്. അൻഫാലിന്റെ ചിത്രവും വരച്ചു കൊടുത്തിട്ടുണ്ട്. അൻഫാലുമായിട്ട് നല്ല ബന്ധമുണ്ട് അല്ലേ? അപ്പൊ അൻഫാല് പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ടവർക്കും പഠിപ്പിച്ചു കൊടുക്കണം, പൈസ നോക്കരുത് എന്നല്ലേ? സപ്പോർട്ടും കൊണ്ട് നമ്മുടെ എത്തി. എല്ലാവരും സപ്പോർട്ടും ഉണ്ടോ? മുമ്പ് മാത്രമല്ല, ജനങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഞങ്ങളെ ബന്ധപ്പെടുന്നത്? നമ്മളെ മെക്കാർട്ട് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മെക്കാർട്ട് പേജ് ഉണ്ട്. അതിലാണ് മെക്കാർട്ട് മേലത്തെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നമ്പർ, ഫോൺ നമ്പറും. അതേമാതിരി എന്റെ ലോഗോ ഉണ്ട് നമ്മളെ ലോഗോ, പിന്നെ അതിന്റെ ഫോൺ നമ്പറും ഉണ്ട്. പിന്നെ നമ്മളെ ഫോൺ നമ്പറും ഈ ലോഗോയും കൂടി കോൺടാക്ട് ചെയ്താല്
നമുക്ക് കിട്ടും. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും കിട്ടും. പിന്നെ നമ്മളങ്ങനെ ഇതിന്റെ ആൾക്കാർ വിളിക്കുന്ന പേച്ചറിന്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൊണ്ടേ കൊടുക്കും, അല്ലാത്തവർക്ക് കൊറിയർ അയച്ചു കൊടുക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ, എന്തായാലും ഉഷാറാവട്ടെ. അടിപൊളി. ഓർഡറിനനുസരിച്ച് നമ്മള് എത്തിച്ചു കൊടുക്കും. ഓർഡറിനനുസരിച്ച് തിരക്കായതുകൊണ്ട് നമ്മള് നമ്മുടെ ലൈഫില് ഫാമിലി പ്രശ്നം നമ്മള് ഇതല്ലേ ഫ്രീ ആകുമ്പോഴല്ലോ. അപ്പൊ മാക്സിമം ചിലവര് അമ്പലത്തേക്ക് വരവുണ്ട്, അതുപോലെ വന്നാലാണ് ഞങ്ങൾ ഇന്ത്യക്ക്. അപ്പൊ ഞാൻ ഒരു കോളും കൊണ്ട് അങ്ങ് ഇവിടെ എത്തിയത് ഒരുപാട് സന്തോഷം. എന്റെ ലൈഫില് എന്റെ ലൈഫില് എന്റെ അമ്മ നല്ലോണം കഷ്ടപ്പെട്ടു. എന്റെ അമ്മ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ വളർത്താനും. എന്റെ അമ്മ എല്ലാ പണിക്കും പോയിട്ടുണ്ട്. ചെറുപ്പം മുതലേ എന്റെ ഇവിടം വരെ എല്ലാ സപ്പോർട്ടിനും എല്ലാ കാര്യത്തിനും എന്റെ അമ്മ ഉണ്ടായിട്ട്. എന്റെ അമ്മ പണിക്ക് പോകുന്നുണ്ട്. എന്റെ അമ്മ എപ്പോഴും പണിക്ക് പോകും. എന്ത് ജോലിക്കാണ്? എന്റെ അമ്മ മെയിൻ ഭണ്ഡാരിയാണ്. പാണ്ടിക്കാടത്തെ ഒരു ഇതിൽ ചെറിയ മെയിൻ ഭണ്ഡാരിയാണ്. പിന്നെ അതേമാതിരി എന്താ കൂലിപ്പണിക്കും പോവും. പിന്നെ കിട്ടുന്ന ജോലിക്കൊക്കെ എന്റെ അമ്മ പോവാറുണ്ട്. ഇപ്പോഴും പോകും. ഞാൻ അമ്മയോട് പണിക്ക് പോകണ്ട പറഞ്ഞാലും അമ്മ പണിക്ക് പോകും. അപ്പൊ എനിക്ക് എന്റെ തടിക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇതുവരെ പണിക്ക് പോകും. എന്റെ അമ്മ വാശി പിടിച്ചൊരു എന്റെ അമ്മയാണ്. അപ്പൊ എന്റെ അമ്മേന്റെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. പിന്നെ പെരക്കാരുടെ നാട്ടുകാരുടെ സപ്പോർട്ടും കൊണ്ടും എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്റെ ലൈഫിലേക്ക് ഏറ്റവും കടപ്പാടില്ല എന്റെ അമ്മയാണ്. എനിക്ക് ഫാദറില്ല. പിന്നെ ഇതുവരെ ഞാൻ ജനിച്ചതും വളർന്നതും എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മക്ക് നേടി കൊടുക്കണം. നമുക്ക് എന്റെ ലൈഫിൽ ഞാൻ എന്റെ അമ്മക്ക് നടക്കാത്ത കാര്യങ്ങൾ ഞാൻ നടത്തി കൊടുക്കും. അത് എന്റെ ലൈഫിൽ മാക്സിമം നോക്കും. എന്റെ അമ്മക്ക് ഇന്നെയും എന്റെ കാരണവരെ പ്രതീക്ഷയുള്ളൂ. എനിക്ക് അതേമാതിരി ഞങ്ങൾ ഇവിടുന്ന് ചെറുപ്പം മുതലേ പോയ ടീമാണ്, വന്നതാണ്, പിന്നെ ഇവിടെ കൂടിയതാണ്. ഇപ്പൊ ജനങ്ങൾക്ക് നമ്മളെ നല്ലോണം സപ്പോർട്ടും കൊണ്ട് നമ്മളിവിടെ എത്തി. ഇനി ഇവിടുന്ന് ജനങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എത്തും. മാക്സിമം എത്തിപ്പെടുത്തും. തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചിത്രങ്ങളോ കാര്യങ്ങളോ വരയ്ക്കണമെങ്കിൽ മൂപ്പരെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. മൂപ്പരെ വിളിക്കുക, മൂപ്പരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ മെക്കാർട്ടിന് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് നമ്മളെ എന്തായാലും നമ്മളെ വിളിച്ചാൽ കിട്ടുന്നതായിരിക്കും. പിന്നെ മെസ്സേജ് അയക്കുക മെക്കാർട്ടിനെ കുറിച്ചെങ്ങാണ്ട്. നമുക്ക് എന്താണ് മെക്കാർട്ടിനെ കുറിച്ചെങ്ങാണ്ട് പറയാനുള്ളത്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ. ഇതുപോലുള്ളവരെ ഇതേപോലെ ചേർത്ത് പിടിച്ച് അവർക്ക് ഇതുപോലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ആളുകളുടെ കൂടെയുള്ള ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.